Hi, Namaste, welcome back viewers, welcome back to my channel Wing Trader. നിഫ്റ്റിയുടെ ക്ലോസിംഗ് ലെവലിൽ വന്ന എൻട്രിയാണ് 2:30 ശേഷം വന്ന നിഫ്റ്റിയുടെ ബൈ ട്രേഡ് മിനിറ്റ് വൈസിലൂടെ എടുത്ത എൻട്രിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും കിട്ടും, അതേപോലെ റിവേഴ്സിലും ഉണ്ടാവും. പക്ഷേ ആക്യുറേറ്റ് ട്രേഡ് മിനിറ്റ് വൈസ് ചാർട്ടിലൂടെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും ഇന്നത്തെ ക്ലോസിംഗിൽ 2:30 ശേഷം വന്ന നല്ലൊരു അപ് ട്രെൻഡ് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ച എൻട്രിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് സ്കാൽപ്പിംഗ് മിനിറ്റ് വൈസ് ചാർട്ടിലൂടെയും 5 മിനിറ്റ്സ് ഇൻട്രാഡേക്ക് നമ്മൾ 5 മിനിറ്റ്സ് ആണ് കൂടുതൽ ആക്യുറേറ്റ് ട്രേഡ് വരുന്നത്. പക്ഷേ 1 മിനിറ്റിലൂടെ നമുക്ക് മോർണിംഗ് ലെവലിലും ക്ലോസിംഗ് ലെവലിലും നമുക്ക് ഈസി ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് എൻട്രി കണ്ടെത്താൻ സാധിക്കും. ഇപ്പം ഇന്നലെയും മാർക്കറ്റിന് ക്ലോസിംഗിൽ നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അതേപോലെ മാർക്കറ്റ് ഇന്നും നല്ല ക്ലോസിംഗ് ലെവലിൽ നല്ലൊരു എൻട്രി 2:30 ശേഷം നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണിച്ച എൻട്രി കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെ എവിടെയാണ് ഈ ബ്രേക്ക്ഔട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള എൻട്രി കണ്ടെത്തുക, അതേപോലെ എക്സിറ്റ് ലെവൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 2:30 ശേഷം ഗ്രീൻ കളർ അപ്പാരുമാണ് ബൈ ട്രേഡ്, റെഡാണ് സെല്ല്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വന്ന ബൈൻ്റെ ഇൻഡിക്കേഷനാണ് നമുക്ക് ഈ അലേർട്ട് മെസ്സേജിലൂടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് മെയിലിൽ കൊടുത്തിട്ടുണ്ട്. എൻട്രി പോയിൻറ്റും താഴെ ടാർഗറ്റുകൾ 3 എണ്ണം ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് ലാസ്റ്റ് വന്ന ബൈ എൻട്രി പ്രകാരം 25,240 നമുക്ക് എൻട്രി നമ്മുടെ സോഫ്റ്റ്വെയർ തന്ന്. അത് പ്രകാരം ഞാൻ അതിൻ്റെ കോൾ ഓപ്ഷൻ 25,350 ഞാൻ കോള് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലാസ്റ്റ് സിഗ്നൽ പ്രകാരം 173 നമുക്ക് എൻട്രി കിട്ടി. അതിൻ്റെ ടാർഗറ്റ് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു അവിടെ, കാരണം ഇവിടെ സിഗ്നൽ വന്ന് കൺഫേം ആയി പിന്നെ നമുക്കൊരു ഡിപ്പ് അടിച്ചതിന് ശേഷമാണ് പിന്നെ കയറിയിരിക്കുന്നത്. അവിടുന്ന് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക്ഔട്ട് പോയപ്പോൾ ഡബിൾ കൺഫേം ആയി. അവിടുന്ന് 173 ബ്രേക്ക് ചെയ്ത് നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു ഹൈക്ക് 223 വരെ ആ പോർഷൻ നമുക്ക് പോയിട്ടുണ്ട്. നല്ലൊരു ഹൈക്കായിരുന്നു, നമുക്ക് നല്ലൊരു ട്രേഡായിരുന്നു. ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവറിൽ തന്നെ നമുക്ക് നല്ല റിട്ടേൺ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ചെറിയ ഇറക്കത്തിൽ നിന്ന് പിന്നെയും മാർക്കറ്റ് പിന്നെയും കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. 215 നിന്ന് പിന്നെയും ബ്രേക്ക് ചെയ്ത് കയറി 227 വരെ അത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ള സിമ്പിളാണ്. നമുക്ക് സിഗ്നൽ വരുമ്പോൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. താഴത്തെ കൺഫർമേഷൻ ബാറും ക്യാൻഡിൽ കളറും രണ്ടും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. ഇവിടെ സിഗ്നൽ വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് ഈ ക്യാൻഡിൽ എത്തി. അത് കഴിഞ്ഞ് പിന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് പിന്നെ ഒരു ഡിപ്പിൽ നിന്നാണ് തിരിച്ചു പോയിരുന്നത്. ഇവിടെ ചെറിയൊരു ഇറക്കത്തിൽ നിന്ന് പിന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു ലോങ്, അതായത് ഇവിടുന്ന് ബൈ കയറി ഈ ക്യാൻഡിലാണ് വന്നത്. അവിടുന്ന് ഓൾമോസ്റ്റ് മാർക്കറ്റ് ശലം കയറിയിട്ടുണ്ട്. പിന്നെ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് ഈ ലെവലായിരുന്നു. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഡബിൾ കൺഫേം ആയി. അവിടെ നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി, മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന എൻട്രിയാണ്, നല്ലൊരു ട്രേഡായിരുന്നു. നമുക്ക് ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ലാസ്റ്റ് ലെവലിൽ ക്ലോസിംഗ് ലെവലിൽ നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന അതേപോലത്തെ എൻട്രിയാണ്. അവിടെ സിഗ്നൽ വന്ന് അവിടെ കൺഫേം ആയില്ല, കൺഫർമേഷൻ വന്ന് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തു. റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഡബിൾ കൺഫേം ആയി. അവിടുന്ന് പിന്നെ 2 പ്രാവശ്യം മാർക്കറ്റ് അടിച്ചു കയറി. ഇന്ന് രാവിലെ ഇതുപോലെ അപ് ട്രെൻഡ് പോയി, അത് കഴിഞ്ഞ് പിന്നെ ഡൗൺ വന്നു. പിന്നെ 1 മിനിറ്റ് നമുക്ക് ഒരുപാട് എൻട്രികൾ വരും. പക്ഷേ എല്ലാ എൻട്രി സക്സസ് ആവത്തില്ല. പക്ഷേ മോർണിംഗ് ലെവലും അതേപോലെ ക്ലോസിംഗ് ലെവലും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എൻട്രി കിട്ടും. അതിൽ നമുക്ക് ആ റെസിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് മാർക്കറ്റിൻ്റെ സ്ട്രോങ് ബ്രേക്ക് തിരിച്ചറിയാം. ഇപ്പോൾ ഇവിടെ കൺഫേം ആയതിനു ശേഷം ബ്രേക്ക് പോയത് ഇവിടെ നിന്നാണ്. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറിയിട്ടുണ്ട്. നല്ല ട്രേഡായിരുന്നു. അതിൻ്റെ ഓപ്ഷൻ നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ കൺസേൺഡ് സ്ട്രൈക്ക് നമ്മുടെ പ്രീമിയം നമ്മുടെ മാർജിൻ പോലെ നമുക്ക് അതിനെ ആഡ് ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയറിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യൂവിൽ സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രീമിയം ചാർട്ട് കിട്ടും. ഇപ്പോൾ നിഫ്റ്റിയുടെ വീക്ക്ലി, മന്ത്ലി, അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ, പിന്നെ അതേപോലെ തന്നെ സെൻസെക്സിൻ്റെ ഓപ്ഷനുണ്ട്, ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ്റെ ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വ്യൂവിൽ സിമ്പിൾസിൽ പോയി അതിൻ്റെ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് എടുക്കാനുള്ള ചാർട്ടുകളെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിൽ കിട്ടുന്നതാണ്. അപ്പം എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ഫുൾ ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.